ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെയിൻ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയോളജിയിൽ നമ്മൾ +2 പോർഷനിലെ ചാപ്റ്റർ 4 ആയ റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ് നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ആയിരുന്നു, 8 നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് ബാക്കി പോർഷൻസ് നോക്കാം. അപ്പം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP. Intentional or voluntary termination of pregnancy before full term is called medical termination of pregnancy or induced abortion. എന്താ MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷനലായിട്ട് അല്ലെങ്കിൽ വോളണ്ടറി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ഒരാൾ ആവശ്യപ്രകാരം പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുക, നിർത്തലാക്കുക. ബിഫോർ ഫുൾ ടേം, അതായത് ഫുൾ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻസിയുടെ ഒരു സമയമാണ്. ഒരു 37 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഫുൾ ടേം എന്ന് പറയുന്നത്. ആ സമയത്ത് എത്തുമ്പോഴത്തേക്കും ബേബി എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻ സിസ്റ്റമൊക്കെ ഡെവലപ്പായിട്ട് ഏത് സമയം ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുന്ന ഒരു ബേബിയാകും ഫുൾ ടേം സമയത്ത്. അപ്പം അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യും, പ്രഗ്നൻസീനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. നമ്മളതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് അബോർഷൻ. Nearly 45 to 15 million MTPs are performed in a year all over the world, which accounts to 1/5 of the total number of conceived pregnancies in a year. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ലോകത്തിൽ തന്നെ ഒരു വർഷത്തെ കാര്യം എടുത്താൽ 45 തൊട്ട് 50 മില്യൺ MTPs ആണ് നടക്കുന്നത്. അത് അക്കൗണ്ട് ചെയ്യുന്നത് എന്തിനാ, ലോകത്തിൽ തന്നെ ഒരു വർഷം ഉണ്ടാവുന്ന പ്രഗ്നൻസിയുടെ 1/5 ഭാഗമാണ് MTPsന് ഒരു വർഷം വിധേയമാകുന്നത്. Whether to accept or legalize MTP or not is being debated upon in many countries due to emotional, ethical, religious and social issues involved in it. ഇപ്പോൾ MTPs അംഗീകരിക്കാമോ അല്ലെങ്കിൽ അതിനെ നിയമപരമായിട്ട് അതിനെ കാണണോ അല്ലെങ്കിൽ നിയമപരമായിട്ടൊന്നും കാണണ്ടേ എന്നുള്ളത് പല രാജ്യത്തും ഇപ്പോഴും എന്ത് ചെയ്ത് വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം അതിന് ഒരുപാട് വൈകാരികമായിട്ടും എത്തിക്കൽ പരമായിട്ടും സോഷ്യൽ പരമായിട്ടും ഒക്കെ ഒരുപാട് എന്ത് ചെയ്തു കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെ. ഏതായാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP ഇൻ 1971 വിത്ത് സം സ്ട്രിക്റ്റ് കണ്ടീഷൻ ടു അവോയ്ഡ് ഇറ്റ് മിസ്യൂസ്. നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, 1971 MTPനെ ലീഗലൈസ് ചെയ്തു. അതായത് നിയമപരമായിട്ട് MTPനെ കാണാൻ തുടങ്ങി. അതിൻ്റെ ഒരു ലോ ഒക്കെ ഇറക്കി. വിത്ത് സം സ്ട്രിക്റ്റ് കണ്ടീഷൻസ്, കുറേ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് MTPനെ എന്ത് ചെയ്തു, ലീഗലൈസ് ചെയ്തു. ടു അവോയ്ഡ് ഇറ്റ് മിസ്യൂസ്, അതിൻ്റെ ദുരുപയോഗം ഒരുപാടുണ്ട്. Such restrictions are all the more important to check indiscriminate and illegal female feticides which are reported to be high in India. മെയിനായിട്ട് ഇന്ത്യ ഇങ്ങനൊരു MTP ലീഗലൈസ് ചെയ്യാനുള്ള കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തിനു വേണ്ടിയാ, ടു ചെക്ക് ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ഇൻഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. ഫീമെയിൽ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ കൂടുതലായിരുന്നു. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യക്ക് MTP എന്ന് പറയുന്നത് ലീഗലൈസ് ചെയ്യേണ്ട കാര്യമായിട്ട് മാറിയത്. വൈ MTP, എന്തുകൊണ്ട് MTP അല്ലെങ്കിൽ MTP എന്തുകൊണ്ട് നടത്താം? Obviously, the answer is to get rid of unwanted pregnancies either due to casual unprotected intercourse or failure of the contraceptive used during coitus or rape. ഒബ്വിയസ് ആയിട്ടുള്ള എൻ്റെ ആൻസർ പ്രഗ്നൻസി ആയത് അൺവാണ്ടഡ് ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് MTP നടത്താം. ഇനി അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പ്രഗ്നൻ്റ് ആകുവാണെങ്കിൽ, ആ ആവശ്യമില്ലാതെ പ്രഗ്നൻ്റ് ആകുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും, ഒന്നെങ്കിൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവിന് പറ്റിയ ഫെയിലിയർ കൊണ്ടാകാം, അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ, റേപ്പ് ചെയ്യപ്പെട്ടിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ MTP ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചത് അതിൻ്റെ ഫെയിലിയർ കാരണമാണ് പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ ഉപയോഗിക്കാം. MTPs are also used in
also essential in certain cases where continuation of the pregnancy could be harmful or even fatal either to the mother or to the fetus or both. അതായത് പിന്നെ MTP വളരെ എസെൻഷ്യലായിട്ട് MTP നടത്തുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് എപ്പോഴാണ്, അതായത് ഒരു സ്ത്രീ ആണെങ്കിൽ ഇനി പ്രഗ്നൻ്റ് ആയാൽ ഉറപ്പായിട്ടും കുഞ്ഞിനോ അമ്മയ്ക്കോ ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പം വരും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അമ്മയോ കുഞ്ഞും മരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും മരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഒരിക്കലും പ്രഗ്നൻ്റ് ആവാത്തൊരു സ്ത്രീ ആണെന്ന് പറയുകയാണെങ്കിൽ എന്താ MTP നടത്താം. അവർ ഇനി ബൈ ചാൻസ് അങ്ങനെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്താണ് ഇപ്പം ഈ കോൺട്രാസെപ്റ്റീവ്സിന് ഫെയിലിയർ ഉണ്ടാവുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് നടത്താം, ഉറപ്പായിട്ടും അവരിൽ MTP നടത്താൻ പറ്റും. ഇനി എന്താ, MTPs are considered relatively safe during the first trimester, that is up to 12 weeks of pregnancy. ഇനി MTP നടത്താൻ സേഫ് ആയിട്ടുള്ളൊരു സമയമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് ഏത് സമയമാണ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ 3 മാസം, ആദ്യത്തെ 3 മാസമാണ്. അതിനുള്ളിലാണ് നടത്തുന്നത്, അല്ലെങ്കിൽ 12 ആഴ്ചക്കാലം അതിനുള്ളിലാണ് നടത്തുന്നതെങ്കിൽ സേഫാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് ആർ മച്ച് മോർ റിസ്കിയർ. കുറച്ചും കൂടി റിസ്ക്കാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് നടത്തുന്നതെങ്കിൽ. കുഞ്ഞിൻ്റെ വളർച്ചയും കൂടെ കുറച്ച് കൂടും. അപ്പം തന്നെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുമ്പം അമ്മയുടെ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ആ സമയമൊക്കെ ആകുമ്പം. വൺ ഡിസ്റ്റർബിംഗ് ട്രെൻഡ് ഒബ്സർവ്ഡ് ഈസ് ദാറ്റ് എ മെജോറിറ്റി ഓഫ് ദ MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് ക്വാക്ക് വിച്ച് ആർ നോട്ട് ഓൺലി അൺസേഫ് ബട്ട് കുഡ് ബി ഫേറ്റൽ ടു. ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ട്രെൻഡായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ MTPs ഒക്കെ ലീഗലാക്കാൻ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലാതെ, ഇപ്പം എന്തെങ്കിലും ആളുകളൊന്നും അറിയണ്ട, അബോർട്ട് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും പോവാതെ ഇങ്ങനെ അൺക്വാളിഫൈഡ് ആയിട്ട് ആരും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ക്വാളിഫൈ ചെയ്ത ഡോക്ടറാണെന്നും പറഞ്ഞിരിക്കുന്ന കുറേ കള്ളന്മാരുണ്ട് അല്ലേ. അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോകും. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു ലീഗൽ ഇഷ്യൂ ആകാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും അങ്ങനെ പോകുന്നത്. പക്ഷെ അങ്ങനെ പോകുന്നത് അത് സേഫും അല്ല. പിന്നെ ആ മദറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആളുടെ മരണത്തിന് വരെ അത് കാരണമാകാൻ സാധ്യതയുണ്ട്. Another dangerous trend is the misuse of amniocentesis to determine the sex of the unborn child. പിന്നെ നമുക്കറിയാം amniocentesis വഴി ചെയ്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ സെക്സ് അറിയാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം ആണാണോ അല്ലെങ്കിൽ പെണ്ണാണ്, മിക്ക കേസിലും ഫീമെയിൽസിനായിരുന്നു. ഫീമെയിൽ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഫീമെയിൽ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിൽ കൊല്ലുമായിരുന്നു. അപ്പം അങ്ങനെ ഫീമെയിൽ ആണെന്ന് സെക്സ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത സെക്സ്, ആണാണോ പെണ്ണാണോ ഏത് സെക്സാണോ അവർക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്ത് ഉടനെ അവർ MTP ചെയ്യും. പക്ഷെ ഭയങ്കര ഒരു നിയമപരമായിട്ട് അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രീക്വൻലി ഇപ്പം ഞാൻ പറഞ്ഞത്, ഫ്രീക്വൻലി ഇഫ് ദ ഫീറ്റസ് ഈസ് ഫൗണ്ട് ടു ബി ഫീമെയിലായിട്ടാണ് കാണുന്നതെങ്കിലാണ് മിക്കപ്പോഴും എന്ത് ചെയ്യുന്നത്, അമ്നിയോസെൻറ്റസിസ് ചെയ്തിട്ട് ഫീമെയിൽ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ MTPക്ക് വിധേയമാകും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഫീമെയിൽ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെക്കുന്ന ഒരു പതിവായിരുന്നു. Such practices should be avoided because these are dangerous both for the young mother and the fetus. ഇങ്ങനത്തെ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം കുഞ്ഞിനും അത് ആ ഫീറ്റസിനും ഫീറ്റസിനെ നശിപ്പിക്കാൻ നോക്കും. ആ കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്കും പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്കും മരണകാരണം വരെ അതായിട്ട് മാറും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും. ഇഫക്റ്റീവ് കൗൺസിലിംഗ് ഓൺ ദ നീഡ് ടു അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ് ആൻഡ് ദി റിസ്ക് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഇല്ലീഗൽ അബോർഷൻ ആസ് വെൽ ആസ് പ്രൊവൈഡിങ് മോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കുഡ് റിവേഴ്സ് ദ മെൻഷൻഡ് അൺഹെൽത്തി ട്രെൻഡ്. നമ്മൾ ഇപ്പോൾ കണ്ട അൺഹെൽത്തി ട്രെൻഡ്, അതായത് അൺക്വാളിഫൈഡ് ക്വാക്സിൻ്റെ അടുത്ത് പോകുക, അതുപോലെ അമ്നിയോസെൻറ്റസിസ് വഴി ടെസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞ് പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ ആണാണെങ്കിലോ പെണ്ണാണെങ്കിലോ, കൂടുതലായിട്ട് ഫീമെയിൽ ആണെങ്കിൽ കൊല്ലാൻ വേണ്ടി MTP ഉപയോഗിക്കാറുണ്ട്. അപ്പം അതൊക്കെ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്ന്, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോയിറ്റസ്
അതിനുവേണ്ടി കൗൺസിൽ ചെയ്യണം, അത് അങ്ങനെയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റി അവർക്ക് ബോധവൽക്കരണം നടത്തണം. പിന്നെ ഇല്ലീഗൽ അബോർഷൻ നടത്തുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് അവരെ മനസ്സിലാക്കണം. അതെന്താ, ഒന്നാമത് അതൊരു ലീഗൽ കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കും. രണ്ടാമത് അവരുടെ ജീവന് തന്നെ അത് അപകടകരമാണ്. ആസ് വെൽ ആസ് പ്രൊവൈഡിങ്, പിന്നെന്താ, ഒരു മോർ ഹെൽത്ത് ഫെസിലിറ്റീസൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ കുറേ കണ്ടീഷൻസ്, ഈ അൺഹെൽത്തി ആയിട്ടുള്ള ട്രെൻഡുകളൊക്കെ ഇപ്പം നമ്മൾ കണ്ട പോലത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അടുത്തത് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് The Medical Termination of Pregnancy Amendment Act 2017 was enacted by the Government of India with the intention of reducing the incidence of illegal abortion and consequent maternal mortality and morbidity. അപ്പം 2017 ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, മെഡിക്കൽ ടെർമിനേഷൻ ആക്ട് നടപ്പിലാക്കിയത്. എന്തൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, ഇല്ലീഗലായിട്ട് അബോർഷൻ നടക്കുന്നത് നിർത്തലാക്കാൻ. അങ്ങനെ ഇല്ലീഗലായിട്ട് അബോർഷൻ നടക്കുമ്പോൾ എന്തുകൊണ്ടായിരുന്നു, കോൺസിക്വൻ്റ്ലി മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടി, അതായത് അമ്മമാർ മരിക്കുന്ന ഒരു നിരക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന രോഗാവസ്ഥകളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ആക്ട് ഗവൺമെൻറ് 2017 നടപ്പിലാക്കിയത്. According to this act, a pregnancy may be terminated on certain considered grounds within the first 12 weeks of pregnancy on the opinion of one registered medical practitioner. ഈ ആക്ട് പ്രകാരം ഒരു പ്രഗ്നൻസി നിർത്തലാക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താ, ഒന്ന് 12 ആഴ്ചയ്ക്ക് ഉള്ളിലായിരിക്കണം നടത്തേണ്ടത്, അല്ലെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലായിരിക്കണം ഇത് നടത്തേണ്ടത്. ആരുടെ കീഴിലായിരിക്കണം നടത്തേണ്ടത്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ വേണം ഇത് നടത്താൻ. If the pregnancy has lasted more than 12 weeks but fewer than 24 weeks, 2 registered medical practitioners must be of the opinion formed in good faith that the required ground exist. അതായത് ഇനിയും അബോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരു കണ്ടീഷൻ വരിക, പക്ഷേ അപ്പോഴത്തേക്ക് 24 ആഴ്ച ആയിട്ട് കഴിയുകയും ചെയ്തു എന്ന് 24 ആഴ്ച കഴിഞ്ഞിട്ടില്ല, 12 ആഴ്ച കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആയി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 2 രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ കീഴിലായിരിക്കണം, അല്ലെ അവരുടെ ഒപ്പീനിയൻ കൂടി എടുക്കണം. അതുമാത്രമല്ല, ആ ഒരു അബോർഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണോ, അങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കിയിട്ട് മാത്രമേ നടത്താറുള്ളൂ. ഇനി അങ്ങനെ അബോർഷൻ മസ്റ്റായിട്ട് നടത്താനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. The ground for such termination of pregnancies are: 1. The continuation of the pregnancy would involve a risk to the life of the pregnant woman or of grave injury, physical or mental health. ആ പ്രഗ്നൻസി കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞ് വയറ്റിൽ ആ ഫീറ്റസ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നീട് അത് ദോഷം ചെയ്യുകയല്ലേ, അമ്മയുടെ ജീവനെ ബാധിക്കും, മെൻ്റലി ഫിസിക്കലി ഒക്കെ ബാധിക്കുമെന്നുള്ളൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ മാത്രം നടത്താം. പിന്നെന്താ, there is a substantial risk that if the child were born, it would suffer from some physical or mental abnormalities as to be seriously handicapped. പിന്നെ ഏതെങ്കിലും ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ടും ഹാൻഡിക്യാപ്ഡ് ആകുമെന്ന് തന്നെ നമുക്ക് വയറ്റിൽ വെച്ച് മനസ്സിലായ കണ്ടീഷൻ, അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിലും ഈ മെഡിക്കൽ ടെർമിനേഷൻ പറ്റും എന്നാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്. അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്